അപ്പോൾ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം കണ്ടു സിനിമ. ഇതെനിക്ക് കണക്ട് ആക്കാൻ പറ്റി. കാരണം എൻ്റെ പപ്പയും ഒരു പ്രവാസിയാണ്. പ്രവാസികളുടെ ഒരു വേറിട്ട ലൈഫാണ് കാണിച്ചിരിക്കുന്നത്. ഗൾഫിലേക്ക് പോകാൻ വേണ്ടി സുഖജീവിതമാണെന്ന് കരുതി പോകുന്നു. തുടർന്ന് അവിടെ എത്തുമ്പോൾ സാഹസികമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കുടിവെള്ളം പോലും കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നു, അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു, മണ്ണൊക്കെ വരുത്തുന്ന ക്യാരക്ടറാണ് നമ്മുടെ രാജുവേട്ടൻ ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അഭിനയ ജീവിതത്തിലെ ഒരു നായികക്കല്ല എന്ന് തന്നെ പറയുമ്പോൾ രാജുവേട്ടൻ്റെ. കാരണം അത് സാഹസികമായിട്ടൊന്ന് ഒരു സിനിമ ഒരു ഇൻസ്പിറേഷൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. ലാലേട്ടനും നമുക്ക് പോലും ഇപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യും. കാരണം ഇതുപോലത്തെ ക്യാരക്ടർ പൃഥ്വിരാജ് മാത്രമേ പറ്റുള്ളൂ. കാരണം അത്ര മെലിഞ്ഞൊക്കെ അഭിനയിക്കാൻ പറ്റും. പിന്നെ താടിയൊക്കെ നീട്ടി വളച്ചൊക്കെ മേക്ക് ഓവർ ചെയ്ത് അഭിനയിക്കെങ്കിൽ അത് ഇന്നത്തെ സ്റ്റാർ മാർക്കറ്റ് വാല്യൂ നോക്കുമ്പോൾ രാജുവേട്ടന് മാത്രമേ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു മേക്കിംഗ് ആണ്. പിന്നെ നമ്മുടെ കഷ്ടപ്പെടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. കാരണം ബ്ലസ്സി സാറിൻ്റെ മികച്ച ഡയറക്ഷൻ ഈ സിനിമയിൽ വർക്കൗട്ടായി പോയിട്ടുണ്ട്. കാരണം അത്ര നല്ല രീതിയിൽ വർഷങ്ങളുടെ പ്രയത്നമാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ റേറ്റിംഗ് ഒരു 5 4 കൊടുക്കാം നമ്മുടെ ഇപ്പോൾ രാജുവേട്ടൻ. നേരത്തെ നല്ല എനിക്ക് ഫീലിംഗ് ആയിട്ട് ഞാൻ ഇന്ന് കരയുമായിരുന്നു അവിടെ. കാരണം അന്ന് അവിടെ അനുഭവിച്ച അതേ കാര്യങ്ങളല്ലേ ഇപ്പം അവിടെ പൃഥ്വിരാജ് സാറുണ്ട്. അതുകൊണ്ട് വളരെ വിഷമമായിരുന്നു. ഇവിടെ കാലം എത്താൻ സ്ഥലമില്ല, ഇപ്പൊ തന്നെ വിജയിച്ചു. വിജയിക്കണം. കാരണം അതേപോലെ കഷ്ടപ്പെട്ടെടുത്ത പടമായിരുന്നു. അതെ, അതുകൊണ്ട് അത് വിജയിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും. എല്ലാ വിധത്തിലും ഓസ്കാർ വരട്ടെ സാർ. കിട്ടണം. ആശംസകൾ സാർ. ആശംസകൾ. താങ്ക് യു സാർ. താങ്ക് യു. വെൽക്കം. കണ്ടപ്പോൾ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച ആൾക്കാരാണ്. ഞങ്ങൾ തുടക്കം പോലെ ഉണ്ടായിരുന്നു. അല്ല, അത് പ്രേക്ഷകരല്ലേ പറയണ്ടേ. ഞങ്ങൾക്ക് ഓബിയസ്ലി ഞങ്ങളെല്ലാം നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ലൈക്ക് അത് വലിയ മൂവി വഹിക്കാൻ പറ്റിയതാണ് ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞങ്ങളെല്ലാവരും. ആടുജീവിതം അസാധ്യം, മാജിക് എന്നൊക്കെ പറയാൻ പറ്റും. മലയാളത്തിലെ ഫസ്റ്റ് ഓസ്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനുള്ള ഐറ്റം ഉണ്ടത്. അസാധ്യ പെർഫോമൻസ് ആണ്. ഇന്ത്യയിൽ ഒരു നടന് ഇത്രമാത്രം ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അമീർ ഖാൻ പോലെ ഡങ്കലിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നേടയിലാക്കത്ത് വരികയല്ലോ അത്. പിന്നെ ബ്ലസ്സി സാറിൻ്റെ ഒരു 14 വർഷത്തെ ലൈഫ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത പടമാണ്. തിയേറ്ററിൽ വന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ട പടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മസ്റ്റ് വാച്ച് എക്സ്പെരിമെൻ്റൽ മൂവിയാണ്, ഒരു ഡൗട്ടും ഇല്ല. കാരണം അതിനുള്ള ഐറ്റംസ് ഉണ്ട്. ചില ട്രാൻസ്ഫോർമേഷൻ സീനുകൾ കാണിക്കാൻ നമ്മൾ തന്നെ ഷോക്കിംഗ് ആയി പോകും. പൃഥ്വിരാജിൻ്റെ ബോഡി കാണുമ്പോൾ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ്. ചില സീനുകളിൽ അറിയാതെ തന്നെ കണ്ണു നിറയും. യഥാർത്ഥ നജീബ് ജീവിതത്തിൽ എന്താ പറയുക, പുള്ളിയുടെ ലൈഫ് അനുഭവിച്ചേക്കുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ പൃഥ്വിരാജ് കാണിക്കുമ്പോൾ അത് പ്രേക്ഷകർ എന്നുള്ള ഇത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. സോ മസ്റ്റ് വാച്ച് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ട്രെയിലറിലോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പിലോ പോലും കാണാത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ പുള്ളിയുടെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ ഷോക്കിംഗ് ആയിപ്പോ. വെച്ചാൽ കാരണം ഒരു മനുഷ്യന് എത്രത്തോളം മെലിയാൻ പറ്റുമോ അതിൻ്റെയൊക്കെ അപ്പുറം. കാരണം എല്ല് വരെ കാണാവുന്ന രീതിയിലാണ് ആ ഒരു ബോഡി വരുന്നത്. പൃഥ്വിരാജ് പറഞ്ഞു ഇനി ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ല. ആടുജീവിതം സിനിമ, അതായത് ഒരു സംവിധായകൻ്റെ ഒരു നായക നടൻ്റെയും 16 കൊല്ലത്തെ കാത്തിരിപ്പ് അത് സിനിമയിൽ മൊത്തം കാണിക്കുന്നുണ്ട്. അതായത് പൃഥ്വിരാജിൻ്റെ ഒക്കെ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതായത് ഒരു മെലിഞ്ഞിട്ടുള്ളൊരു രൂപ ഇതിൽ കാട്ടുന്നുണ്ട്. എനിക്ക് അതിശയം വന്നു. കാരണം ഒരാൾക്ക് തൻ്റെ ശരീരത്തിൽ ഇത്രയധികം ടോർച്ചർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം വന്നു. പിന്നെ മെയിനായിട്ടും പടത്തിലെ മരുഭൂമിയിലെ കഥയാണെന്നൊക്കെ പറഞ്ഞാൽ അത് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം VFX കുറച്ചൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് മറ്റേ ഇൻ്റർവ്യൂവിലൊക്കെ പറയണ കേട്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ശരിക്കും ഒരു മരുഭൂമിയിലത്തെ അതന്നെ. അതേപോലെ തന്നെ ഇതിലെ മറ്റേ ഒരു മരുഭൂമിയിലെ ചുഴലിക്കാറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ചുഴലിക്കാറ്റും ആ BGM കൂടി കയറി വരുമ്പോഴല്ല, അതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസിൻ്റെ പീക്ക് ലെവല് അങ്ങനെ വേണം പറയാം. എന്തായാലും പടം തിയേറ്റർ വാച്ചബിളാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചബിളാണ്. 16 വർഷത്തെ ബ്ലസ്സിയുടെ പ്രയത്നം വെറുതെ ആയില്ല. ട്രൂ
ട്രൂലി എപ്പിക്. ആടുജീവിതത്തെ പറയാൻ ട്രൂലി എപ്പിക്കാണ്. ഒരുപാട് പേരെക്കുറിച്ച് പറയാനുണ്ട്. ബട്ട് ഫസ്റ്റ് കംസ് ബ്ലസ്സി. ആളുടെ വിഷൻ ഇത്ര മനോഹരമായി അടിപൊളിയായി ചെയ്തു. രണ്ടാമത്തെ പൃഥ്വിരാജ്. എനിക്ക് എന്താ പറയുക, രാജപ്പൻ എന്ന് വിളിച്ച മലയാളികളെ കൊണ്ട് രാജുവേട്ടാന്ന് വിളിപ്പിച്ച പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ആടുജീവിതം. ഒരു ഷോട്ടൊക്കെ ഉണ്ടായത്, ഒരു ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആളുടെ ബോഡി കാണുമ്പോൾ നമുക്കറിയാം. എക്സാക്ട്ലി. ഞാൻ ക്രൂവിൽ ആൾക്ക് ചോദിച്ചായിരുന്നു ഇത് ശരിക്കും VFX ആണോ, കാരണം എനിക്ക് ഇറ്റ് വാസ് നോട്ട് ബിലീവബിൾ. ബട്ട് അത്രയും മേക്കപ്പ് കൊണ്ട് സമ്മതിച്ചു. പക്ഷെ അത്രയും മെലിഞ്ഞ് അത്ര ഇതായി ചെയ്തിട്ട് പുള്ളി ഡെലിവറി ചെയ്ത എക്സ്പ്രഷൻസ് ആൻഡ് കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. പിന്നെ നാഷണൽ അവാർഡൊക്കെ നാഷണൽ അവാർഡ് കിട്ടും ഉറപ്പാണ്. ബട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് ഒരു ട്രൂലി ഓസ്കാർ വേർത്തി ഒരു സ്റ്റഫ് അതാണ് ആടുജീവിതം. പിന്നെ എനിക്ക് പൃഥ്വിരാജ് എന്ന ആക്ടറെയോ അല്ലെങ്കിൽ സ്റ്റാറിനെയോ നമുക്ക് കാണാൻ പറ്റില്ല. നജീബിനെയാണ് ഞാൻ കണ്ടത്. ഇത് വൺ ഓഫ് ദ പൃഥ്വിരാജ് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. എല്ലാ മലയാളികളും അല്ല എല്ലാ മനുഷ്യരും നജീബ് എന്നൊക്കെ ആളുടെ കഥ കാണണം. ആൻഡ് ബ്ലസ്സിയുടെ കുറേ ഷോർട്സ്, ട്രാൻസിഷൻ ഷോർട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഇവര് നജീബും സൈനും ഒരു തോണി കിടന്ന ആ ഷോട്ടുണ്ട്, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതുപോലെ 2-3 വെള്ളം വരുന്ന ഫുൾ ഷോട്ട് എല്ലാം ട്രാൻസിഷൻ ഷോട്ടൊക്കെ അറിഞ്ഞു പോയെടുത്തുണ്ട്. പിന്നെ എയർമാൻ്റെ മ്യൂസിക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ തീം കോർ മ്യൂസിക് ഇടയ്ക്കിടയ്ക്ക് വരും. അത് നല്ല ഹോണ്ടിങ് ആയിരുന്നു. കണ്ണും നനയും മനസ്സും നിറയും പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കുപ്പി വെള്ളം കയറിയിരിക്കും. കാരണം പല ഷോട്ട്സ് കാണുമ്പോഴും നമുക്കൊരു ദാഹം തോന്നും. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ടീം ആൻഡ് താങ്ക് യു ബ്ലെസ്സിങ്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും പടം കാണണം. അടിപൊളി മൂവിയാണ്. എങ്ങനെ അത് പിക്ചറൈസ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ക്യാമറ വർക്കൊക്കെ സൂപ്പറാണ്. എങ്ങനെ ഇത്രയും ഒരു ടീം വർക്ക്, എന്താ പറയുക, ഇത്രയും വർഷം ഇവരിതിൻ്റെ പുറകെ നടന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. പൃഥ്വിരാജ് സാറിൻ്റെ എന്താ പറയുക, ഒരു ഫാനാണ് ഞാൻ. പക്ഷേ ഇതിൽ കൂടുതൽ ഉള്ളവരോടൊരു ആരാധന തോന്നുന്ന ഓരോ സീൻ കാണുമ്പോഴും എനിക്ക് കൂടുതൽ ആരാധന തോന്നുമായിരുന്നു. അതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആക്ടിംഗ് ആണ്. സാറ് മാത്രമല്ല, എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരും. ഗോകുലിൻ്റെയൊക്കെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും കാണണം. മസ്റ്റ് വാച്ചാണ്. എന്തോ കരയിക്കുവാണ് നമ്മൾ. എന്താ പറയുക, ഓരോ സീനൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ കരഞ്ഞ് ഞാൻ മടുത്തു. അത്രയും ഇമോഷണലായിട്ട് നമ്മൾ പോകുന്നത് ആ സിനിമയിലൂടെ. നമ്മൾക്ക് ആ അനുഭവം ഇത് വന്നതുപോലെ നമുക്ക് തോന്നും. വെള്ളം ദാഹിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു അനുഭവമായിരുന്നു. ഓസ്കാറിൻ്റെ മാനദണ്ഡം വേറെയാണല്ലോ. അത് ഞാൻ പുള്ളിക്കത് കിട്ടിയാൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അതിലോട്ടൊക്കെ വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു.